Hi, hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇതൊരു ഞായറാഴ്ച ഷൂട്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 7:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പല്ലൊക്കെ തേച്ച് കുറച്ച് നേരം അയൽക്കൂടത്തിലേക്കൂടെയൊക്കെ നടന്നിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. പഠിക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയാണ്. കാരണം എനിക്കിതൊന്ന് ഞാൻ ഇതിൻ്റെ ക്ലാസ് തലേദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പാർട്ട് കാണണമെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോയാലാണ് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വായിച്ചു നോക്കായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ ഒരു അരമണിക്കൂർ 35 മിനിറ്റ് ഏകദേശം അടുത്ത് വന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബാക്ക്ലോഗ് തീർക്കുന്നത് തന്നെയായിരുന്നു ഈ ദിവസങ്ങളിലെ മെയിൻ ഗോൾസ്. കാരണം എനിക്ക് സൈലത്തിൽ അത്യാവശ്യം നല്ല ബാക്ക്ലോഗ്സ് ഉണ്ട്. എത്രയാണെന്നൊന്നും ഞാൻ എണ്ണിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് ഒഴിവ് കിട്ടുമ്പോൾ കുറേ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങി വരുന്നുണ്ട്. കുറേ പേര് ഓണം വെക്കേഷനൊക്കെ തീർത്തിട്ടുണ്ടായിരിക്കും. കുറേ പേര് ഇപ്പോൾ ഓരോ ചലഞ്ചൊക്കെ ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ തീർക്കുന്നുണ്ടായിരിക്കും. ഞാനും ഏകദേശം അങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 5 days ഇൻറ്റൻസ് സ്റ്റഡി ചലഞ്ചോ അല്ലെങ്കിൽ ഒരു 21 days ചലഞ്ചോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 5 days അല്ലെങ്കിൽ 21 days നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിലിടണോ വേണ്ടിയോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇല്ലാതെ ഇല്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ലോങ് വീഡിയോയും ഷോർട്സും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം പറ്റുന്ന പോലെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ തന്നെ വീഡിയോ ഇടുന്നു, ഞാൻ തന്നെ കാണുന്നു, അതിൽ വലിയ രസമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചലഞ്ചിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ നോർമലി ഇടുന്ന പോലെ ഒരു വീക്ക് ഒരു വ്ളോഗ് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഇൻറ്റഗ്രൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സിൽ അത്യാവശ്യം നല്ല കിളി പോകും. ചില ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുമ്പം ചിലത് ഓക്കെയാണ്. ഇപ്പോൾ കുറേ ഇക്വേഷൻസും വരുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അല്ല വേറൊരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അങ്ങനെ നമുക്കിങ്ങനെ തലയ്ക്ക് കിളി പോകും. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കുറേ ക്ലാസ് കാണുക, സ്കൂളിൽ നിന്ന് വന്ന് അന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇൻ്റഗ്രൽസ് നന്നായിട്ട് പഠിക്കാനുള്ള ഒരേ ഒരു വഴി. പിന്നെ കെമിസ്ട്രി ലാബിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സോൾട്ട് പഠിപ്പിക്കുന്ന അന്ന് തന്നെ, ലാബിൽ ചെയ്യിപ്പിക്കുന്ന അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് പഠിച്ചോളൂ, കുത്തിരുന്ന് പഠിച്ചോ. കാരണം അല്ലെങ്കിൽ അവസാനം നമ്മൾ എന്തായാലും ഈ സ്കീം കാണാതെ പഠിച്ച് പറയേണ്ട ദിവസം വരുമല്ലോ, നല്ല പാടായിരിക്കും. അവസാനം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് പഠിക്കാമെന്ന് ഓർക്കുമ്പം എല്ലാം കൂടെ കൺഫ്യൂഷനാവും, ആനയോണും കാറ്റയോണും എല്ലാം കൂടെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അന്നന്ന് ലാബിലെ കാര്യം പഠിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ലാബിൻ്റെ വെളിയിൽ നിൽക്കേണ്ടി വരും അത് പഠിപ്പിച്ച് കേൾപ്പിക്കുന്നത് വരെ. ഓക്കെ, അപ്പം എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും ഇത് ലാസ്റ്റ് പഠിക്കാം എന്ന് വെച്ച് കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ സ്കൂളിലും അത്യാവശ്യം സോൾട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് തിരക്കുള്ള ദിവസമാണെങ്കിലും നമ്മൾ വേറെ എന്ത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടും വേറെ കാര്യങ്ങളിലൊക്കെ നമ്മൾ മുഴുകിയിരിക്കുകയാണെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കുക. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ആണെങ്കിലും NCERT ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് സോൾവ് ചെയ്തൊരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇപ്പം തന്നെ ചില്ലറ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ പഠിക്കാൻ ടൈമുള്ളൂ. ഓക്കെ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സമയം ഇനി ഇല്ല. കാരണം +2കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എസ്പെഷ്യലി സയൻസുകാർക്ക് കേട്ടോ. കാരണം നമുക്ക് ജനുവരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു മാസമാണ്. പ്രാക്ടിക്കൽ എക്സാമും പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് അവസാനം തീരാത്ത കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ക്ലാസ് വെച്ച് തീർക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ജനുവരി മാസം കൂടുതലും നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫെബ്രുവരി പകുതി വരെ കൂടുതൽ ആളുകൾക്കും എക്സാം ഉണ്ട്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഫെബ്രുവരി നേരത്തെ തീർന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടും പ്രാക്ടിക്കൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മോഡൽ എക്സാം കഴിഞ്ഞൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പം കുറച്ച് മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊന്നും ആരെയും ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ജസ്റ്റ് ഒരു റിയാലിറ്റി ചെക്ക് തന്നതാണ്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വരണ്ടേ, അതിനു വേണ്ടി കൂടി പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം പഠിക്കുക, നിങ്ങളുടെ എല്ലാ എഫേർട്ടും ഇടുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.